മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ജീവൻ പൊലിഞ്ഞ ബിന്ദുവിന്റെ മകന് ദേവസ്വം ബോർഡിൽ ജോലി നൽകിയത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച്. ദേവസ്വം ബോർഡിൽ സ്ഥിര നിയമനം നൽകാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും അധികാരമില്ലെന്നിരിക്കെ ചീഫ് എഞ്ചിനീയറുടെ പേരിലാണ് നിയമന ഉത്തരവിറക്കിയത്. ബിന്ദു ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്തതിനാൽ ആശ്രിത നിയമനം നൽകിയാലും നിയമക്കുരുക്കാകും. കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ നിയമനം റദ്ദായേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. അതൊരു ഗവൺമെൻറ് ബാധ്യതയാണ്. കാരണം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാൾക്ക് ജോലി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഗവൺമെൻറ്റിന് എത്രയോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് ഈ ഡൈ ഇൻ അറസ്റ്റ് സ്കീം അനുവദിച്ചുള്ള സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 3/10 ചീഫ് എഞ്ചിനീയർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഓവർസിയറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇറക്കാൻ ഈ ചീഫ് എഞ്ചിനീയർക്ക് അധികാരമില്ല, ദേവസ്വം ബോർഡിനും അധികാരമില്ല. ദേവസ്വം ബോർഡിന് 1950 HR ആക്ട് അനുസരിച്ച് ഉണ്ടായിരുന്ന നിയമനാധികാരം 2015 ഗവൺമെൻറ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പിൻവലിച്ച് അതിൽ അമെൻമെൻറ്റും വരുത്തി അത് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് നിയമനം നടത്തേണ്ടത്. ഇപ്പോൾ നടത്തിയ ഈ നിയമനം അനുസരിച്ച് ഈ പാർട്ടിക്ക് നിയമനം കിട്ടാൻ പോകുന്നില്ല. ഇത് നിയമരഹിതമായ നിയമനം തന്നെയാണ്. ഇതിന് ചീഫ് എഞ്ചിനീയർക്ക് അധികാരമില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അധികാരമില്ല. അതിന് ആക്ടിൽ അതിൻ്റെ പ്രൊവിഷനൊക്കെ എടുത്തു കളഞ്ഞ് സർക്കാർ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റ്യൂട്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞു, അമെൻഡ് ചെയ്ത് കഴിഞ്ഞു. കോടതിയിൽ പോയി കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെ ഡൈ ഇൻ അറസ്റ്റ് സ്കീമുണ്ട്, നിലവിലുണ്ട്. അപ്പോൾ അതിൽ ഈ ഉത്സവാദി അടിയന്തരങ്ങളിൽ അപകടം പറ്റിയവരുണ്ട്, അതുപോലെ തന്നെ ഈ ആന കുത്തിക്കൊന്നവരുടെ ആശ്രിതരുണ്ട്. അങ്ങനെ വളരെ ഹാർഡ് കേസ് ഏതാണ്ട് 150ഓളം പേര് ലിസ്റ്റിൽ നിയമനം കാത്തു കിടക്കുന്നുണ്ട് ഡൈ ഇൻ അറസ്റ്റിൽ. അപ്പോൾ അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് മൊത്തം നിയമനത്തിൻ്റെ 10% ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും കോടതിയിൽ പോയാൽ ഇത് റദ്ദ് ചെയ്ത് പോകും, ഒരു തർക്കവുമില്ല. മാത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധികാരമില്ലാത്തൊരു കാര്യമാണ്, ചീഫ് എഞ്ചിനീയർക്ക് ഒട്ടുമേ അധികാരമില്ല. അപ്പോൾ ദേവസ്വം ബോർഡിൽ നടക്കുന്നത് ഇതുപോലെ ചട്ടവിരുദ്ധമായ കാര്യങ്ങളാണ്. ശബരിമലയിലെ സ്വർണം മാത്രമല്ല, വ്യാപകമായി ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിത്ത്, നോക്കൂ, ബിന്ദുവിന്റെ ജീവൻ പൊലിഞ്ഞത് തന്നെ സർക്കാരിന്റെ ഗുരുതര അനാസ്ഥ മൂലമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണാണ് ബിന്ദുവിന് തന്റെ ജീവൻ നഷ്ടമായത്. അപ്പോൾ ആ കുടുംബത്തിലെ ഏക അത്താണിയാണ് ഈ മകന് ജോലി നൽകേണ്ടത്, സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് ദേവസ്വം ബോർഡിന്റെ തലയിൽ കൊണ്ടുവച്ച് ആ കുടുംബത്തെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുകയല്ലേ? ശ്രീ, ഈ ബിന്ദുവിൻ്റെ മകന് ജോലി നൽകണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം ബിന്ദുവിൻ്റെ മരണം എന്നുള്ളത് അത് ഈ സർക്കാർ സംവിധാനത്തിൻ്റെ പാളിച്ചകളും പരാജയങ്ങളും കൊണ്ട് സംഭവിച്ചൊരു മരണമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കുടുംബത്തിന് നീതി നൽകേണ്ടത്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു കരുതൽ നൽകേണ്ടത് സർക്കാരിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെയും ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് ബിന്ദുവിൻ്റെ കുടുംബത്തിനെ ഏതാണ്ട് സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ബിന്ദുവിൻ്റെ മകന് സർക്കാർ ജോലി നൽകിയിരിക്കുന്നത്, അതും ദേവസ്വം മന്ത്രി അടക്കം വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ നൽകിയാണ് ബിന്ദുവിൻ്റെ മകൻ ജോലിയിൽ പ്രവേശിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ 3-ാം തീയതി ആയിരുന്നു അത്തരമൊരു ജോലി പ്രഖ്യാപനത്തിലേക്ക്, അല്ലെങ്കിൽ ബിന്ദുവിൻ്റെ മകൻ ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതിന് പിന്നിലെ നിയമപ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2015 ശേഷം ഏതെങ്കിലും രീതിയിലുള്ളൊരു നിയമനം നടത്തണമെങ്കിൽ അതിൽ തിരുവിതാംകൂർ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് ഡയറക്റ്റ് നിയമനങ്ങൾ. അതായത് നമ്മൾ ഈ തസ്തികയിലൊക്കെ സാധാരണഗതിയിൽ സർക്കാർ ജോലി കിട്ടുന്നത് പോലെയുള്ള നിയമനങ്ങൾ നടത്താൻ കഴിയുക. ആ നിയമനങ്ങൾ നേരിട്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് നടത്തേണ്ടത്. ഇതോടൊപ്പമാണ് ഈ ആശ്രിത നിയമനം പോലെയുള്ള, അതായത് ഇപ്പോൾ ഒരാൾ മരിച്ചു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും അതിനും ഇതുപോലെയുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ നിയമനം നടത്താൻ കഴിയൂ. അതിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും രീതിയിലുള്ള അധികാരമില്ല. അപ്പോഴും ഇനി ആശ്രിത നിയമനമാണ് നൽകുന്നതെങ്കിലും അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെ ജോലി ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ആശ്രിത നിയമനം നൽകാൻ കഴിയുക. സർക്കാരിൽ ഏതെങ്കിലും രീതിയിൽ സർക്കാർ വകുപ്പുകളിലോ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായോ അല്ലെങ്കിൽ മരിച്ച ആളുകൾക്കൊന്നും അത്തരത്തിലുള്ള നിയമനം ദേവസ്വം ബോർഡിൽ നൽകാൻ കഴിയില്ല. അതിൽ ദേവസ്വം ബോർഡിൽ ഈ ആന കുത്തി മരിച്ചത്, ഉത്സവങ്ങൾ തുടങ്ങിയിട്ടുള്ള അപകടങ്ങളിലൊക്കെ ആളുകൾ മരിക്കുന്നത്, ജോലിയിലിരിക്കുന്ന ജീവനക്കാർ മരിക്കുന്ന തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് അത്തരം ആളുകളുടെ ബന്ധുക്കൾക്ക് മാത്രമാണ്, ആശ്രിതർക്ക് മാത്രമാണ് നിയമനം നൽകാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒന്നെങ്കിൽ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുമ്പോൾ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ മരിച്ച ഒരാളായിരിക്കണം, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയുള്ള നിയമനമായിരിക്കണം. ഇത് രണ്ടും അല്ലാത്ത സാഹചര്യത്തിൽ ബിന്ദുവിന്റെ മകന്റെ നിയമനം ദേവസ്വം ബോർഡിൽ നൽകിയത് ഏത് രീതിയിലായാലും ചോദ്യം
ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇനി ആരെങ്കിലും കോടതിയിൽ പോയി ഈ നിയമനത്തെ പറ്റി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ബിന്ദുവിൻ്റെ മകൻ്റെ നിയമനം നഷ്ടമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നിയമവിരുദ്ധമായ ഉത്തരവാണ്. ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമനം നടത്താൻ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ പോലും അധികാരമില്ല. അങ്ങനെ ഇരിക്കെയാണ് അവിടുത്തെ ചീഫ് എഞ്ചിനീയറുടെ പേരിൽ ഒരു നിയമന ഉത്തരവ് പുറത്തിറക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് പോയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സർക്കാർ നിർദ്ദേശം നൽകി, അതുകൊണ്ട് തങ്ങൾ നിയമനം നൽകി എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു നിലപാട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും അങ്ങനെ സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ ഒരു നിയമനം നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല. ഇനി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയാലും ശരി, അത്തരം ഒരു ഉത്തരവ് അനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും രീതിയിലുള്ള നിയമനം നൽകാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു നിയമനം നൽകാനുള്ള അധികാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനില്ല. നിയമന ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ചീഫ് എഞ്ചിനീയർ ആണ്. അത് ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം ചീഫ് എഞ്ചിനീയർ തന്നെയാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ചീഫ് എഞ്ചിനീയർക്ക് പോലും അത്തരം ഒരു അധികാരമില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം ബോർഡിനും സ്വന്തമായി ഇത്തരം ഒരു നിയമനം നടത്താനുള്ള തീരുമാനമെടുക്കാൻ കഴിയില്ല. അതിന് തിരുവിതാംകൂർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി മാത്രമാണ് നിയമനം നടത്താൻ കഴിയുക. പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലും നിയമനം നടത്തണമെങ്കിൽ സമാനമായ സംവിധാനം ഉപയോഗിക്കണം. ആശ്രിത നിയമനം നടത്തണമെങ്കിലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്ത് മരിച്ച ആളുകളുടെ അല്ലെങ്കിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ആശ്രിത നിയമനവും നൽകാൻ കഴിയുക. ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയല്ല നിയമനം നടന്നതുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ ബിന്ദുവിന്റെ മകന്റെ നിയമനം ഏത് രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാലും, കോടതിയിലൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടാലും ആ നിയമനം റദ്ദാകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ അല്പം മുൻപ് മുൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ഓംബുഡ്സ്മാൻ അടക്കം ഈ വിഷയത്തിൽ പരാതികൾ ചെന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ബിന്ദുവിന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രകടിപ്പിച്ചില്ലേ? ഈ സ്കീം, ഈ ഒരു നിയമപ്രശ്നത്തെ പറ്റി അവരുടെ കുടുംബത്തിന് ഏതെങ്കിലും രീതിയിൽ അറിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. കാരണം സർക്കാരാണ് നിയമനം നൽകാമെന്ന് പറഞ്ഞത്. അപ്പോൾ സർക്കാർ പറഞ്ഞതനുസരിച്ചാണ് അവർ ബിന്ദുവിന്റെ മകൻ ജോലിയിൽ പ്രവേശിച്ചത്. സ്വാഭാവികമായും സർക്കാരിനോടുള്ള വിശ്വാസവും ഇത്തരത്തിൽ കിട്ടിയൊരു ജോലി ആയതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത് ഇത്തരത്തിലൊരു നിയമക്കുരുക്ക് ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു സാങ്കേതികപരമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് സർക്കാർ നിയമനം നൽകിയത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു നിയമനം നൽകി കുടുംബത്തെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡിലെ സർവീസ് സംഘടനകളടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബിന്ദുവിന്റെ മകന് നിയമനം നൽകണമെന്നെങ്കിൽ അത് ആരോഗ്യ വകുപ്പിൽ തന്നെ നൽകാമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനി ദേവസ്വത്തിൽ തന്നെ നൽകണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ദേവസ്വം വകുപ്പുണ്ട്, ആ ദേവസ്വം വകുപ്പിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ജോലി നൽകാമെന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാരിന് യാതൊരു അധികാരവുമില്ലാത്ത, സർക്കാരുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇല്ലാത്ത നിയമനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നിയമന ഉത്തരവ് ഇറക്കിയത് കൊണ്ട് തന്നെ ഇത് സാധുവായ നിയമനമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള നിയമനമാണ്. കാരണം ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ താൽക്കാലിക നിയമനമല്ല എന്നുള്ളതാണ്. കാരണം ദേവസ്വം ബോർഡ് നേരിട്ട് നിയമിച്ചിരിക്കുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി മാത്രം നടത്താവുന്ന റെഗുലർ നിയമനമാണ്. ആ റെഗുലർ നിയമനം നടത്താനുള്ള അധികാരം ദേവസ്വം ബോർഡിലില്ല. അത് 2015 ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തു മാറ്റി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് മാറ്റി എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമല്ല. ഇത് ചോദ്യം ചെയ്യപ്പെട്ടാൽ ബിന്ദുവിന്റെ മകന്റെ ജോലി പോകാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് തന്നെയാണ് വിദഗ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നതും. ദേവസ്വം ഓംബുഡ്സ്മാനെ അടക്കം ദേവസ്വത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാർ സമീപിച്ചു എന്നൊരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. സർവീസ് സംഘടനകളും ഇപ്പോൾ ഈ അപകടം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു, ദേവസ്വം ബോർഡ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു, ചീഫ് എഞ്ചിനീയർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു. അങ്ങനെ ആകെ മൊത്തം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിയമനമാണ് ബിന്ദുവിന്റെ മകനും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നഷ്ടമാകാൻ പോകുന്ന ഒരു ജോലി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജോലി നൽകിക്കൊണ്ട് ബിന്ദുവിന്റെ കുടുംബത്തിനെ തന്നെ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബിന്ദു മരിച്ചത്, തലയോലപ്പറമ്പിൽ സ്വദേശിയായിട്ടുള്ള ബിന്ദു മരിച്ചത് ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള അപകടത്തിലല്ല, മറിച്ച് ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേടിന്റെ ഒരു രക്തസാക്ഷി എന്നോ ബലിദാനി എന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന രീതിയിലാണ് ബിന്ദുവിന്റെ മരണം ഉണ്ടായത്. അപ്പോൾ ഒരു സർക്കാർ സംവിധാനം കാരണം ജീവൻ നഷ്ടമായ ആ യുവതിയുടെ മകന് അവിടെ തന്നെ, അതായത് ആ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കൊണ്ടാണ് ബിന്ദുവിന്റെ ജീവൻ നഷ്ടമായത്. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യ വകുപ്പിൽ തന്നെയാണ് ബിന്ദുവിന് ജോലി നൽകേണ്ടിയിരുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം. അതിന് സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലാത്ത ദേവസ്വം ബോർഡിനെ എന്തിനുപയോഗിച്ചു? അത് നിയമവിരുദ്ധമായിട്ടാണ് ഈ ഉത്തരവ് വരുന്നതെന്ന് അറിഞ്ഞിട്ട്
കൂടി എന്തുകൊണ്ട് ബിന്ദുവിന്റെ മകന് അങ്ങനെ ഒരു ജോലി തന്നെ നൽകി, അത് പിന്നീട് ഒരു നിയമക്കുരുക്കിലേക്ക് പോകുന്ന സാഹചര്യം സംസ്ഥാന സർക്കാർ തന്നെ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സർക്കാർ മനഃപൂർവ്വം ബിന്ദുവിന്റെ കുടുംബത്തെ വഞ്ചിക്കുകയായിരുന്നോ എന്നൊരു ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. തീർച്ചയായും പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.